അപ്പോൾ നമ്മൾ ഓരോ വാർത്തകളിലേക്കും വിശദമായി കടക്കുകയാണ് രാവിലെയിൽ ഇനി. അപ്പോൾ ആദ്യം നമുക്ക് ഗാസയിൽ വെടിനിർത്തലിന് ഒരു ധാരണയായിട്ടുണ്ട് എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. ഗാസയിൽ വെടിനിർത്തൽ എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം. 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിച്ചുവെന്ന് ഹമാസ് കരാറുകൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് വ്യക്തമാക്കി. ഗാസയിൽ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കാൻ വെടിനിർത്തൽ വേളയിൽ എല്ലാവരും ചർച്ച നടത്തുമെന്നും ട്രംപ് അറിയിച്ചു. KP അഭിലാഷ് ആണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. KP, വെരി ഗുഡ് മോർണിംഗ്. തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് നമ്മളെ തേടി എത്തിയത് വളരെ സന്തോഷം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു വാർത്തയാണ്. എത്രയോ കാലമായി അവിടെ തുടരുന്ന രക്തച്ചൊരിച്ചിലാണ്. നമുക്കറിയാം, ഈ ഇസ്രായേൽ ഇറാൻ യുദ്ധ ഭീതിയൊക്കെ ഒന്ന് ഒഴിഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്താണ് ഈ ഗാസയിൽ ഇത്തരത്തിൽ വീണ്ടും ശക്തമായ ഒരു ആക്രമണം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഓടുകൂടി ഇസ്രായേൽ വീണ്ടും നടത്തുന്നത്. 95 പലസ്തീനുകളോളം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ നമുക്ക് മുന്നിലുള്ളത്. എന്നാലും അതിന് പിന്നാലെ ഇന്ന് പുലർച്ചെ നമ്മളെ തേടിയെത്തിയത് ഒരു സമാധാനത്തിന്റെ വാർത്തയാണ് എന്നത് ആശ്വാസകരം, അല്ലേ? ആര്യ, ഗുഡ് മോർണിംഗ്. സൂചിപ്പിക്കുന്നത് പോലെ ലോകത്തിന് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന, ആശ്വാസം നൽകുന്ന വാർത്ത തന്നെയാണ് രാവിലെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത്. അത് ആര്യ പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഒരു പ്രതികരണമാണ്. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുപ്രകാരം ഇസ്രയേലും ഗാസയും തമ്മിൽ വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുന്നു. ഇസ്രയേൽ ഈ ഉടമ്പടി അംഗീകരിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ വന്നിട്ടുള്ള പ്രതികരണം. അതോടൊപ്പം തന്നെ ഗാസ ഇതിനോട് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം എന്നുകൂടിയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. ഇല്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകും എന്ന പ്രതികരണവും അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയുണ്ട്. നിലവിൽ 60 ദിവസത്തെ വെടിനിർത്തലിനാണ് ധാരണയായിട്ടുള്ളത്. ബെഞ്ചമിൻ നെതന്യാഹുവുമായി ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. അങ്ങനെയെങ്കിൽ ഈ 60 ദിവസത്തിന് ഉള്ളിൽ വിവിധ തലത്തിലുള്ള ചർച്ചകൾ നടക്കുമെന്നും ആ ചർച്ചയിലൂടെ ശാശ്വതമായ പരിഹാരത്തിലേക്ക് എത്തും എന്നുമാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. നമുക്കറിയാം, അമേരിക്കയുടെ ഇടപെടലിലൂടെ തന്നെ ഖത്തറും ഈജിപ്തും നിരന്തരമായി ഇസ്രയേലുമായി വെടിനിർത്തലിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ തന്നെ അംഗങ്ങൾ അല്ലെങ്കിൽ തൻ്റെ പ്രതിനിധികൾ ഇസ്രയേലുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ആ കൂടിക്കാഴ്ചയിൽ, ആ സംസാരത്തിൽ, ആ ചർച്ചയിൽ ഇത്തരത്തിലൊരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നും ആ ധാരണയിൽ ഇപ്പോൾ ഇസ്രയേലിന് സമ്മതമാണ് എന്നുമുള്ള പ്രതികരണം എത്തുന്നത്. പക്ഷേ ആര്യ, എന്താണ് ഈ ഉടമ്പടിയെന്നോ എന്തൊക്കെ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് വെടിനിർത്തലിലേക്ക് പോകുന്നത് എന്നതോ സംബന്ധിച്ച വിവരങ്ങൾ ഒന്നും തന്നെ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്കറിയാം, ട്രംപിൻ്റെ ഒരു പ്രതികരണ സ്വഭാവം നേരത്തെയും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഉണ്ടായ സംഘർഷം, ആ സംഘർഷത്തിനിടയിലും വെടിനിർത്തലിലേക്ക് എത്തുന്നു എന്ന പ്രതികരണം ആദ്യമായി പുറത്തേക്ക് വന്നത് ഡൊണാൾഡ് ട്രംപിലൂടെയായിരുന്നു. തൻ്റെ ഇടപെടലിലൂടെയാണ് ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് എന്ന് ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ച പശ്ചാത്തലമുണ്ട്. പക്ഷേ അപ്പോഴും ഇന്ത്യ ഇത് അംഗീകരിച്ചിരുന്നില്ല. നിലവിൽ പക്ഷേ ഇസ്രയേലിൻ്റെ കാര്യം വ്യത്യസ്തമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇസ്രയേലും ഗസയും തമ്മിലുള്ള പോരാട്ടം, ഇസ്രയേലും ഇറാനും തമ്മിലുള്ള പോരാട്ടം, ആ വിഷയങ്ങളിലെല്ലാം ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഇടപെട്ടിരുന്നു. അമേരിക്കയുടെ അതാണ് ട്രംപിന്റെ ഒരു സ്വഭാവവും സവിശേഷതയും ഒക്കെ നോക്കിയാൽ നമുക്ക് ഇത് എത്രത്തോളം വിശ്വസിക്കണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. KP, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. വളരെ സമാധാനം തോന്നിക്കുന്ന അല്ലെങ്കിൽ സന്തോഷം പങ്കുവെക്കുന്ന ഒരു വാർത്ത എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് കരുതാൻ. ട്രംപ് പറയുന്നത് ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്താൻ ഇസ്രായേൽ സമ്മതം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കരാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യവസ്ഥകളെക്കുറിച്ചൊന്നും ട്രംപ് വ്യക്തമാക്കുന്നില്ല എങ്കിൽ പോലും ട്രംപ് പറയുന്നത് പോലെ ഇത് നടപ്പായാൽ അത് ലോകത്തിന് എമ്പാടും സമാധാനം ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യർക്കും ആശ്വാസകരമാകുന്ന ഒരു വാർത്തയായിരിക്കും, അല്ലേ? തീർച്ചയായും ലോകം കാത്തിരുന്ന ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇപ്പോൾ ട്രംപിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ട്രംപാണ് പറയുന്നത് എന്നതുകൊണ്ട് എത്രത്തോളം വിശ്വസിക്കാം എന്നതിനെ കുറിച്ചുള്ള സംശയം മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു കോമൺ ത്രെഡ് നമുക്ക് കാണാം. ഇന്ത്യ പാകിസ്ഥാൻ, അതായത് ഓപ്പറേഷൻ സിന്ധൂർ, അതിനുശേഷം 4 ദിവസത്തിനുള്ളിൽ ഡൊണാൾഡ് ട്രംപ് അനൗൺസ് ചെയ്യുന്ന വെടിനിർത്തൽ കരാർ, അതുപോലെ ഇറാൻ ഇസ്രായേൽ വെടിനിർത്തൽ കരാറും അനൗൺസ് ചെയ്യുന്നത് ട്രംപാണ്. ഇവിടെ ട്രംപ് ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ ലോകത്തെല്ലായിടത്തുമുള്ള കോൺഫ്ലിക്ട്, അത് തന്റെ ഒരു ഇലക്ഷൻ സമയത്ത് അദ്ദേഹം അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ ഒരു പ്രോമിസ് കൂടിയാണ്. ലോകത്ത് ഒരിടത്തും അമേരിക്ക ഇടപെടില്ല, ലോകത്തെല്ലായിടത്തും സമാധാനം സ്ഥാപിക്കാൻ താൻ മുന്നിട്ടിറങ്ങും. ആ ഒരു
പ്രോമിസ് നിറവേറ്റുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ഇസ്രായേലുമായി ട്രംപിന് സംസാരിക്കാൻ സാധിക്കും. തീർച്ചയായും ഇസ്രായേൽ ആഗ്രഹിച്ചതുപോലെ ട്രംപ് ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ വിമാനങ്ങൾ അയച്ചുകൊണ്ട് ബങ്കർ ബസ്റ്ററുകൾ അയച്ചുകൊണ്ട് അദ്ദേഹം എടുത്ത നടപടികൾ അവസാന യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് കലാശിച്ചു. അദ്ദേഹം തന്നെയാണ് അനൗൺസ് ചെയ്തത്. സമാനമായ രീതിയിലാണ് ഗാസയിലെ നരഹത്യ. അത് അവസാനിക്കേണ്ടതുണ്ട്. ഇസ്രായേലിനുള്ളിൽ തന്നെ ഒരു വലിയ മുറവിളി ഉയരുന്നുണ്ട്. ഇത് ഇനഫ് ഇസ് ഇനഫ്, ഇനി ഇത് മുന്നോട്ട് പോകാനാവില്ല. 58,000-ൽ പരം ജീവനുകൾ ഇവിടെ പൊലിഞ്ഞു കഴിഞ്ഞു. 1,00,000-ലധികം പേര് അംഗഭംഗം വന്നു കഴിഞ്ഞു. സ്ത്രീകളും കുട്ടികളും നിരപരാധികളും ഏറെ വധിക്കപ്പെട്ടു കഴിഞ്ഞു. അതൊരു ഭൂമിയിലെ നരകമായി മാറിയിരിക്കുന്നു. 365 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള ചെറിയ ഒരു കോൺക്ലേവായ ഗാസ. അവിടെ ഒരു കാരണവശാലും ബന്ദിമോചനം സാധ്യമാകുന്നില്ല. ഇത്രയും കാലമായി ഒക്ടോബർ 7, 2023 ശേഷം ഇത്രയധികം കാലമായിട്ടും 1.5 വർഷം കഴിയുമ്പോഴും ഈ ഒരു വെടിനിർത്തൽ സാധ്യമാകാതെ ഇരിക്കുന്നു. 2 പ്രാവശ്യം വെടിനിർത്തൽ സാധ്യമായി. പക്ഷെ 2 പ്രാവശ്യവും ബന്ദിമോചനം ഭാഗികമായി നടന്നു. പൂർണ്ണമായ രീതിയിൽ ബന്ദിമോചനം സാധ്യമായിട്ടില്ല. ഒരുപക്ഷെ ശാശ്വത പരിഹാരത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ് എന്ന നിലയിലാണ്. ഇടയ്ക്ക് ഒരുപാട് പ്രപ്പോസൽസ് വന്നു. ഗാസയെ ഒരു റിവിയറയാക്കി മാറ്റിയെടുക്കും, അതുപോലെ മറ്റ് ഗാസ ജനതയെ അവിടെ ഒഴിപ്പിക്കും. അപ്പൊ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഒരുപക്ഷെ അങ്ങനെയുള്ള പദ്ധതികൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഹമാസ് ആയുധം താഴെ വയ്ക്കുമോ? അതാണ് ഉയർന്ന ചോദ്യങ്ങൾ. ഹമാസ് ആയുധം താഴെ വെക്കുമോ? ഹമാസ് അവിടുത്തെ ഭരണത്തിൽ നിന്ന് മാറുമോ? ഗാസയുടെ നിയന്ത്രണം യഥാർത്ഥത്തിൽ ഒരു ഇന്റീരിയം ഗവൺമെന്റ് സംവിധാനം ഉണ്ടാകുമോ? അറബ് രാജ്യങ്ങൾ അത് ഏറ്റെടുക്കുമോ? അതുകൊണ്ട് ഇത് ഇസ്രായേലും ഗാസയും മാത്രം തീരുമാനിക്കാവുന്ന, അമേരിക്കൻ മധ്യസ്ഥതയിൽ തീരുമാനിക്കാവുന്ന ഒരു വിഷയമല്ല. ഈ അമേരിക്കൻ മധ്യസ്ഥത എന്നതും ഗാസയിലെ ജനങ്ങൾ അല്ലെങ്കിൽ ഗാസയിലെ ഹമാസ് എത്രത്തോളം അംഗീകരിക്കും എന്നതും വിഷയമാണ്. ഇറാൻ അതിലൊരു വലിയ പങ്കാളി തന്നെയാണ്. ഇറാനെ മാറ്റി നിർത്തിക്കൊണ്ട് മാത്രമേ ഈ തീരുമാനമെടുക്കാൻ കഴിയൂ. കാരണം ഗാസയിലെ ഹമാസിനെ സഹായിച്ചുകൊണ്ടിരുന്നത് തീർച്ചയായും ഇറാനാണ്. അപ്പൊ ഇറാന്റെ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക ഇടപെട്ടുകൊണ്ട് എത്രത്തോളം സാധിക്കുമെന്നത് മറ്റൊരു ചോദ്യചിഹ്നമാണ്. എങ്കിലും വെടിനിർത്തൽ ഇസ്രായേൽ അംഗീകരിച്ചു എന്നത് വിശ്വസിക്കാവുന്ന വിവരമാണ് എങ്കിൽ തീർച്ചയായും ഗാസയുടെ പ്രശ്നം ഭാഗികമായി പരിഹരിക്കപ്പെടും. അവിടെ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡാണ് ആദ്യം കടന്നു വരേണ്ടത്. ഈ അവിടെയുള്ള 22-23 ലക്ഷം ആളുകൾ കൊടും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഡിസ്പ്ലേസ്മെന്റിലുമാണ്. അപ്പൊ അതുകൊണ്ട് ഇമ്മീഡിയറ്റ് കാര്യം ഈ 60 ദിവസത്തെ വെടിനിർത്തൽ, 2 മാസ കാലത്തെ വെടിനിർത്തൽ ഒരു ഗുണപരമായ പരിവർത്തനം ഗാസയുടെ മണ്ണിനെ കുറച്ചുകൂടി ഒന്ന് സമ്പുഷ്ടമാക്കുക. അവിടെ റീകൺസ്ട്രക്ഷൻ വർഷങ്ങൾ എടുക്കുന്ന പ്രക്രിയയായിരിക്കും റീകൺസ്ട്രക്ഷൻ. ഇനി ഗാസയുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ എന്താണ്, ഏത് രീതിയിലുള്ള ഭരണകൂടമാണ് വരേണ്ടത്? കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ ഭരണാധികാരികൾ ഗാസയുടെ ഹമാസിനെ തിരസ്കരിച്ചുകൊണ്ട് പ്രസ്താവന പിന്നെ ഉണ്ടായി. അതുകൊണ്ട് ഗാസ വെസ്റ്റ് ബാങ്ക്, ഹൈഫനേറ്റഡ് ഗാസ വെസ്റ്റ് ബാങ്ക് എന്ന ഒരു പലസ്തീനിയൻ അതോറിറ്റിയുടെ രൂപീകരണത്തിന് വരെ ഇടയാക്കാവുന്ന രീതിയിൽ ട്രംപ് ഒരുപക്ഷെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. കാരണം ട്രംപിന്റെ ആഗ്രഹം ലോകത്തിന് സമാധാന ദൂതനായി താൻ അറിയപ്പെടുക എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം. അത് നോബൽ സമ്മാനം എന്നത് ഒരു പരീക്ഷയ്ക്കായി തുടരാനാണ് സാധ്യത. കാരണം അദ്ദേഹം ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഒരുപക്ഷെ നൊബേൽ സമ്മാനദാന കമ്മിറ്റിക്ക് സ്വീകാര്യമാകുന്ന മാർഗങ്ങൾ ആകണമെന്നില്ല. സമ്മർദ്ദത്തിലൂടെ, ബലപ്രയോഗത്തിലൂടെ സമാധാനം എന്നതൊന്നും ഒരുപക്ഷെ ആ ഒരു സമാധാന നോബൽ സമ്മാനത്തിന് അദ്ദേഹത്തിന് അർഹനാക്കിയെന്നിരിക്കില്ല. എങ്കിലും ബൈ ഹുക്ക് ഓർ ദ ക്രൂക്ക് സമാധാനം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന്റേതായ ഒരു കയ്യൊപ്പ്, അദ്ദേഹത്തിന്റേതായ ഒരു ഇന്റലക്ച്വൽഷിപ്പ് അതിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തീർച്ചയായും ലോകം നിശ്വാസങ്ങൾ ഉതിർക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ആശങ്ക അവശേഷിക്കുന്നത് 2 തവണ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഒരു വെടിനിർത്തൽ കരാറിലേക്കൊക്കെ എത്തിയിരുന്നു. പക്ഷെ ആ കരാറൊക്കെ പാളിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. ഈ ഹമാസ് വ്യവസ്ഥകൾ പാലിക്കുന്നില്ല എന്നതാണ് ഇസ്രയേൽ ഈ വെടിനിർത്തൽ കരാറ് ലംഘിച്ചുകൊണ്ട് വീണ്ടും ആക്രമണം നടത്തുന്നതിനെ മുൻനിർത്തി പറഞ്ഞ ഒരു കാര്യം. മാത്രമല്ല ഇസ്രയേൽ നിരന്തരം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരത്തിൽ ഹമാസ് ആയുധങ്ങൾ താഴെ വെച്ചാൽ മാത്രമേ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അതിനുള്ള സാധ്യതയൊക്കെ എത്രത്തോളമാണ്? താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇത് കണ്ടീഷണൽ വെടിനിർത്തൽ എന്നാണ് പറയുക. അപ്പൊ ഇത് വെടിനിർത്തൽ നിരുപാധികമാവണം. കാരണം ഏത് വെടിനിർത്തലും സാധ്യമാക്കണമെങ്കിൽ നിങ്ങൾ ആയുധം താഴെ വെച്ചാൽ ഞങ്ങൾ വെടിനിർത്താം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ആയുധങ്ങൾ താഴെ വെക്കുന്നതിനെ കുറിച്ച് ഇരു കൂട്ടരും ആലോചിക്കേണ്ടതുണ്ട്. ഈ ഇസ്രായേലിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ 2 ആയിരുന്നു. ഒന്ന്, ഹമാസിനെ പൂർണ്ണമായി ഗാസയുടെ മണ്ണിൽ നിന്നും തുടച്ചു നീക്കുക. 2, ബന്ദിമോചനം സാധ്യമാക്കുക. ഈ 250-ലധികം ബന്ദികളെയാണ് ഹമാസ് തട്ടിക്കൊണ്ടുപോയത്.
അതിൽ പല ഘട്ടങ്ങളിലായിട്ട് ഏതാനും ബന്ദികളെ വിട്ടുകിട്ടി. ബാക്കി ഇപ്പോൾ 50-ൽ താഴെ ബന്ദികൾ മാത്രമേ ഒരുപക്ഷെ ജീവനോട് അവശേഷിച്ചിരിക്കാൻ സാധ്യതയുള്ളൂ. കൃത്യമായ കണക്കുകൾ ലഭ്യമല്ല. ഈ ബന്ദികളുടെ പൂർണ്ണമായ മോചനം സാധിക്കാതെ ഇസ്രായേലിന്റെ സർക്കാരിനും മുന്നോട്ട് പോകാനാവില്ല. കാരണം ബെഞ്ചമിൻ നെതന്യാഹു ഫേസ് ചെയ്യുന്ന ഒരു വലിയ പൊതുജന സമ്മർദ്ദമുണ്ട്. ഇവിടെ ബന്ദികൾ അവർ നെഗോഷിയേഷൻ എന്ന് പറയുന്നത് ബന്ദി മോചനത്തിന് സാധ്യമാകുന്നില്ല എങ്കിൽ ഘട്ടം ഘട്ടമായിട്ടാണ് ബന്ദികളെ മോചിപ്പിച്ചത്. ഇപ്പോഴും ഹമാസിന്റെ തടവിൽ ബന്ദികൾ ഉണ്ടാവാം, അവർ ജീവനോടെ ഉണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്. ഇപ്പൊ ബന്ദിമോചനത്തെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവുകയും വെടിനിർത്തൽ ലാസ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി റീകൺസ്ട്രക്ഷൻ മറ്റു കാര്യങ്ങൾ ലോക സമൂഹത്തിന് എടുക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് 2 പ്രാവശ്യവും വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടതിന്റെ പ്രധാന കാരണം ഇസ്രായേൽ തന്നെയാണ് വെടിനിർത്തൽ ലംഘിച്ചത്. അതിനുള്ള പ്രധാന കാരണം ബന്ദി മോചനവുമായി ബന്ധപ്പെട്ട് വന്ന ഈ തർക്കങ്ങളാണ്. അത് വേണ്ട രീതിയിൽ ഹമാസ് വെടിനിർത്തൽ വ്യവസ്ഥകൾ പാലിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലും ഹമാസും തമ്മിലൊരു പാരിറ്റി ഇല്ല എന്ന സത്യം അവശേഷിക്കുന്നു. കാരണം ഹമാസിന് ഇസ്രായേലിനെതിരെ നേരിട്ട് പിടിച്ചു നിൽക്കാനാവില്ല, ഇറാന്റെ സഹായമുണ്ട് എങ്കിലും. പക്ഷെ അവരുടെ പൂർണ്ണമായി ഹമാസിനെ അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുമില്ല. അതുകൊണ്ടാണ് ഈ 2 ലക്ഷ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഒരു ലക്ഷ്യമെങ്കിലും ബന്ദിമോചനം, പൂർണ്ണമായ ബന്ദിമോചനം എന്ന ഒരു ഇസ്രായേൽ ലക്ഷ്യമെങ്കിലും ഇസ്രായേലി സർക്കാർ, ഇസ്രായേലി ജനതയോട് പറയാൻ കഴിയുമെങ്കിൽ മാത്രമേ അവിടെ ഒരു ശാശ്വതമായ വെടിനിർത്തൽ സാധ്യമാവൂ. ആ രീതിയിൽ ആരാണ് ഗ്യാരണ്ടീസ് കൊടുക്കുക? ഇതൊക്കെ തന്നെയാണ് ഉയരുന്ന ചോദ്യം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് വളരെ ശരിയാണ്. 2 പ്രാവശ്യം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ആദ്യം യുദ്ധം തുടങ്ങി ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ആദ്യ വെടിനിർത്തൽ, പിന്നീട് 1 വർഷത്തിന് ശേഷം മറ്റൊരു വെടിനിർത്തൽ. ഇത് രണ്ടും ശാശ്വതമായ സമാധാനത്തിലേക്ക് എത്തിയില്ല എന്നത് പരിഗണിക്കുമ്പോൾ 1-ൽ പിഴച്ചാൽ 3 എന്ന തത്വം, ഒരു സാമാന്യ തത്വം എടുത്തുകൊണ്ട് ഇപ്രാവശ്യം ശാശ്വതമായ വെടിനിർത്തൽ സാധ്യമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. തീർച്ചയായും. വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ്, ഈ ഘട്ടത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്. KP അഭിലാഷ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. KP, ഇതിപ്പോൾ മോഹൻ വർഗീസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2 തവണ പാളിപ്പോയ ഒരു വെടിനിർത്തൽ കരാറാണ് അത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇത്തവണ അങ്ങനെ ആകില്ല. സാഹചര്യം, ശാശ്വതമായ ഒരു സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ട്രംപ് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിന് ഒന്നാകെ ആശ്വസിക്കാൻ കഴിയുന്ന വകയായിരിക്കും. ഇതിൽ ഖത്തറിൻ്റെയും അതേപോലെ തന്നെ ഈജിപ്തിൻ്റെയും ഇടപെടലിനെ കുറിച്ച്, അല്ലെങ്കിൽ അവർ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കും എന്നുള്ള തലത്തിൽ കൂടി ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി അദ്ദേഹം പറഞ്ഞത്? ആര്യ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ വാക്കുകളുടെ രത്ന ചുരുക്കം ഇങ്ങനെയാണ്: ഗാസ വിഷയത്തിൽ എൻ്റെ പ്രതിനിധികൾ ഇസ്രായേലുമായി ദീർഘവും ഫലപ്രദവുമായ ചർച്ച നടത്തി. 60 ദിവസത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ സംബന്ധിച്ചിട്ടുണ്ട്. ഈ സമയത്ത് യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനമുണ്ടാക്കാനും എല്ലാവരുമായി ചേർന്ന് പ്രവർത്തിക്കും. ഈ എല്ലാവരുമായി ചേർന്ന് പ്രവർത്തിക്കും എന്നതിൽ നിന്ന് തന്നെ നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് സൂചിപ്പിച്ചതുപോലെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളുമായും ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളുമായും ചർച്ച നടത്തും എന്ന് വേണം നമുക്ക് വായിച്ചെടുക്കാൻ. സമാധാനം പുനഃസ്ഥാപിക്കാൻ വളരെയധികം പരിശ്രമിച്ച ഖത്തറും ഈജിപ്തും അന്തിമ നിർദ്ദേശം അവതരിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ അന്തിമ നിർദ്ദേശം അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് എന്താണ് ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് നമുക്ക് 2 ഭാഗത്ത് നിന്നാണ് നോക്കിക്കാണേണ്ടത്. ഒന്ന്, ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ രാജ്യത്തിനകത്ത് വിചാരണ നടപടികൾ, അഴിമതി കേസുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികളടക്കം നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതോടൊപ്പം ഇസ്രായേലിന്റെ ശത്രുപക്ഷത്ത് നിന്ന് വിഭാഗങ്ങൾ, അതായത് വിമതർ എന്ന് അവർ വിശേഷിപ്പിക്കുന്ന വിഭാഗങ്ങളെ എല്ലാം തന്നെ ഏതാണ്ട് ഇല്ലാതാക്കിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഗാസയിലെ ഹമാസ് തന്നെയായിരുന്നു. ലബനനിലെ ഹിസ്ബുള്ള വിഭാഗത്തെ, അതോടൊപ്പം തന്നെ യമനിലെ ഹൂതികൾ, ഇറാഖിലെ ഷിയ മിഷേലുകൾ, ഇവരുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിർജീവമായ സാഹചര്യവും ഗാസ ഏതാണ്ട് പൂർണ്ണമായും തന്നെ തകർന്ന് തരിപ്പണമായ സാഹചര്യവുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ തന്ത്രപരമായി മുന്നോട്ട് വെച്ച നീക്കങ്ങൾ ഏതാണ്ട് ഫലപ്രദമായി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇറാനുമായുള്ള ഏറ്റുമുട്ടൽ നമ്മൾ നോക്കിക്കാണേണ്ടത്. അവിടെ ഫോർദോ ഉൾപ്പെടെയുള്ള ആണവ നിലയങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ സാധിച്ചു എന്ന് പൂർണ്ണമായും പറയാനാവില്ല. പക്ഷേ താൽക്കാലികമായെങ്കിലും ഏതാനും വർഷത്തേക്ക് എങ്കിലും ഇറാനിലെ ഈ ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ മരവിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ താൽക്കാലികമായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വെച്ച ലക്ഷ്യം എന്താണോ അത് നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഒരു വെടിനിർത്തൽ ധാരണയിലേക്ക് പോകുന്നതിന് എതിർപ്പുണ്ടാകണമെന്നില്ല. ഇനി ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഇതിന്മേലുള്ള പ്രതികരണം എന്താകും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ നിരവധി ബന്ദികൾ ആണ് ഹമാസിന്റെ പക്കൽ ഉള്ളത്. ഈ ബന്ദികളെ നിരുപാധികം തിരിച്ചയക്കാൻ ഹമാസ് തയ്യാറാകുമോ എന്നത് കണ്ടറിയണം. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, നേരത്തെ ഈ ഹമാസിന് മേൽ അല്ലെങ്കിൽ ഗാസയ്ക്ക് മേൽ അമേരിക്ക അടക്കം വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഈ ഗാസ ഉൾപ്പെടുന്ന
പ്രദേശത്തെ പുനർനിർമ്മിക്കും, അവിടെ ഒരു ടൗൺഷിപ്പ് ആക്കി മാറ്റും, അവിടെ ഒരു ആഭ്യന്തരമായിട്ടുള്ള സർക്കാർ സംവിധാനത്തെ നടപ്പിലാക്കും. പക്ഷേ ഹമാസ് അതിനെ എതിർത്തിരുന്നു. ഗാസ എന്നത് ഞങ്ങളുടെ ആഭ്യന്തര വിഷയമാണ്, അവിടെ മറ്റൊരാളും ഇടപെടേണ്ടതില്ല എന്ന് ആവർത്തിച്ചിരുന്നു. ഒരു പക്ഷേ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് പോയില്ല എങ്കിൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ സമാധാനം പുലരുക തന്നെ ചെയ്യും. ആര്യ, തീർച്ചയായും നമ്മുടെ എല്ലാം ആഗ്രഹം അത് തന്നെയാണ്. KP അഭിലാഷാണ് വിവരങ്ങളുമായി ചേർന്നത്. സമാധാനം പുലരട്ടെ. ഈ വെടിനിർത്തൽ കരാർ അത് പൂർണ്ണതോതിൽ അവിടെ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ വേണ്ടി ഉതകുന്നതാകട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. മാസപ്പടി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. മുഖ്യമന്ത്രിയുടെ മകൾ T വീണയും CMRലും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. എതിർ കക്ഷികളായ മുഖ്യമന്ത്രിയും പിണറായി വിജയനും വീണയും മറുപടി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ട്. ഹർജി നിലനിൽക്കുമോ എന്ന് കോടതി പരിശോധിക്കണമെന്നും എതിർകക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡാനി പോൾ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാനി, വെരി ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടർ നീക്കങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ എത്രത്തോളം നിർണായകമായ ഒരു ഇടപെടലായിരിക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടാകാൻ പോകുന്നത്? നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? ഗുഡ് മോർണിംഗ് ആര്യ. ഈ കേസിൽ ഇന്നത്തെ കോടതി നടപടികൾ നിർണായകമാണ്. കാരണം കഴിഞ്ഞ 2 തവണയായിട്ട് കേസ് പരിഗണിക്കുമ്പോൾ ഇതിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മകളും വീണ വിജയനും എല്ലാം തന്നെ ഇതിൽ മറുപടി സത്യവാങ്മൂലം നൽകിയിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് തങ്ങളെ അനാവശ്യമായി വലിച്ചിഴക്കുകയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ഇതിൽ വീണ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. കാരണം ഇതിൽ യാതൊരു രീതിയിലുള്ള ഇടപെടലുകൾ മറ്റുള്ളവർ നടത്തിയിട്ടില്ല. ഇതിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന രീതിയിലുള്ള യാതൊരു പരിഗണനയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ തന്നെയാണ് ഈ കാര്യമായി താൻ മുന്നോട്ട് പോകുന്ന കമ്പനി നടത്തിപ്പും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരുന്നത്. അത് മാത്രമല്ല, മന്ത്രിയും ഭർത്താവുമായ മുഹമ്മദ് റിയാസ്, അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഈ കേസ് മനഃപൂർവ്വമായിട്ട് ഇതിൽ തങ്ങളെ തേജോവധം ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇത് കൊണ്ടുവരുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകനായ അജയ് കുമാർ നൽകിയ ഒരു ഹർജിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഗണിക്കുന്നത്. നമുക്കറിയാം ഈ ഇടപാട് CMRL ഇടപാട് സംബന്ധിയായ കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു അന്വേഷണവും കാര്യങ്ങളുമെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ആരോപണങ്ങളിലേക്ക് ഓരോ തവണയും ഈ CMRLുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണങ്ങൾ, കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണങ്ങൾ ഇതെല്ലാം തന്നെ വരുമ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നാൾവഴികളും എല്ലാം തന്നെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് കോടതി ഏത് രീതിയിൽ കോടതിയിൽ നിന്ന് ഏതെങ്കിലും രീതിയിലൊരു പരാമർശം ഉണ്ടാകുന്നെങ്കിൽ പോലും അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ കേസ് ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. മറുപടി സത്യവാങ്മൂലങ്ങൾ രണ്ടുപേരുടെയും കോടതിക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കോടതി അത്തരം കാര്യങ്ങൾ പരിശോധിച്ച ശേഷം എന്താണ് ഇനി ആവശ്യപ്പെടുക എന്നതാണ് അറിയേണ്ടത്. തീർച്ചയായും വളരെ നിർണായകമായ നടപടിക്രമങ്ങളിലൂടെയാണ് ഈ കേസ് കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഡാനി പോളാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഡാനി, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ചോദിച്ചറിയേണ്ടതുണ്ട്. നമുക്കറിയാം ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമ, ആ സിനിമയ്ക്ക് ജാനകി എന്ന് പറയുന്ന ഒരു ഒറ്റ പേര് നായിക കഥാപാത്രത്തിന് ഉപയോഗിച്ചു എന്നതിന്റെ പേരിലാണ് പ്രദർശനാനുമതി സെൻസർ ബോർഡ് നൽകാത്തത്. ഈ വിഷയം ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. ഈ പ്രദർശനാനുമതി നൽകാത്തത് ചോദ്യം ചെയ്ത് നിർമ്മാതാക്കൾ നൽകിയ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നത്. സിനിമയ്ക്ക് പ്രദർശനാനുമതി നൽകാത്തതിൽ സെൻസർ ബോർഡ് വിശദീകരണം നൽകും. നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റ്സ് നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് N നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് പരിഗണിക്കുക. ഡാനി പോൾ തുടരുന്നുണ്ട്. ഡാനി, ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു വിധിയാണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ആ കേസ് പരിഗണിക്കുമ്പോൾ കോടതി ആവർത്തിച്ച് ചോദിച്ച കാര്യമൊന്ന്, ഇതിൻ്റെ പേരിൽ എന്താണ് പ്രശ്നമെന്നത് കോടതി ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായിരുന്നു. സെൻസർ ബോർഡിനോടക്കമാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇടപെടുന്നത്, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുമാത്രവുമല്ല, ഇത് ഈ പേര് ഇടുമ്പോൾ അത് ദൈവനാമങ്ങൾ അത് ആകുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ചു. കാരണം പലരുടെയും പേരുകളെല്ലാം ഏതെങ്കിലും ഒരു ദൈവനാമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും നമുക്ക്
മാധ്യമങ്ങൾക്കിടയിൽ എല്ലാം തന്നെ ഉള്ളതല്ലേ എന്ന് കോടതി ചോദിച്ചു. അതിൻ്റെ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു എന്നത് കോടതിക്ക് ഇതുവരെയും വ്യക്തമായ രീതിയിലേക്ക് വിശദീകരിച്ച് നൽകാനും സാധിച്ചിട്ടുണ്ട്. കാരണം കോടതി ആരായുന്നത് പ്രധാനമായും ഇത് തന്നെയാണ്. അങ്ങനെ ഒരു പേര് നൽകുന്നതിൽ എന്താണ് ഇത്ര കുഴപ്പം, ഏതെങ്കിലും രീതിയിലുള്ള വിഷയങ്ങൾ അതിലുണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആദ്യം ഈ സെൻസർ ബോർഡിൻ്റെ അടക്കമുള്ള ഒരു വിശദീകരണം ഇത് മതപരമായ പേരുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് എന്നാണ് കോടതി ചോദിച്ചത്. അപ്പോഴാണ് കോടതിയോട് പറഞ്ഞത്. അപ്പോഴാണ് കോടതി ചോദിച്ചത് അങ്ങനെ ദൈവനാമങ്ങൾ ആളുകൾക്ക് പേരായി വരുന്നത് സ്വാഭാവികമായ ഒരു കാര്യമല്ല, അതിലെന്ത് ഇത്ര പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചു. പിന്നീട് സെൻസർ ബോർഡ് നൽകിയ കാര്യമെന്ന് പറയുന്നത് ഇതിൽ വയലൻസ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്, ഇത് കുട്ടികൾക്ക് ഒരു പ്രായപരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്ക് മുൻപാകെ സെൻസർ ബോർഡ് വിശദീകരിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ JSK എന്ന് പറയുന്ന ഈ സിനിമ, ജാനകി പറയുന്ന പേര് വരുന്ന ഈ സിനിമയുടെ ഈ പേരുമായി തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിലായിരിക്കും ഇന്ന് ഈ കോടതി പരിഗണിക്കപ്പെടുക. ഏതായാലും സെൻസർ ബോർഡിനോട് റിവൈസിംഗ് കമ്മിറ്റി ഈ പേരുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ വിവാദങ്ങൾക്ക് ശേഷം, ഈ സെൻസർ ബോർഡിൻ്റെ നടപടികൾക്ക് ശേഷം ഇത് വീണ്ടും കാണുകയും അവരുടെ റിപ്പോർട്ട് കോടതി ആവശ്യപ്പെടുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാലും ആ റിപ്പോർട്ട് പരിഗണിക്കുകയും ഒപ്പം ഈ സെൻസർ ബോർഡിൻ്റെ നിലപാട് വിശദീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം പരിഗണിച്ച ഇന്ന് ഈ കാര്യത്തിൽ ഒരു അന്തിമമായ വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. എന്തായാലും ജാനകി എന്ന ഒരു ഒറ്റ പേരിൽ കുരുങ്ങി പ്രദർശനം പോലും തടസ്സപ്പെട്ട് നിൽക്കുന്ന സിനിമയുടെ ഭാവി എന്താകും എന്നത് ഇന്നത്തെ ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വിധിയുമായി ബന്ധപ്പെട്ടിരിക്കും. എന്തായാലും നിർണായകമായ വിധിയായിരിക്കും ഇന്ന് കോടതിയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് കടക്കുകയാണ്. കേരളത്തിലെ ആരോഗ്യ രംഗത്തെ മോശമായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന പ്രസ്താവനയിലൂടെ ഡോക്ടർ ഹാരിസ് നടത്തിയതുപോലുള്ള തുറന്നു പറച്ചിലുകൾ ഉണ്ടാകരുതെന്ന സന്ദേശമാണോ മുഖ്യമന്ത്രി നൽകുന്നതെന്ന ചോദ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം ആരോഗ്യ വകുപ്പിനെ തെറ്റായി ചിത്രീകരിക്കാൻ കാരണമായെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. പ്രതികരണത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും പ്രതികരിക്കേണ്ടി വന്ന സാഹചര്യം മനസ്സിലാക്കണമെന്നുമായിരുന്നു ഡോക്ടർ ഹാരിസിന്റെ മറുപടി. സാരംഗ് സുധാകരൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. സാരംഗ്, ഇതിലിപ്പോൾ തുടക്കത്തിൽ ആരോഗ്യമന്ത്രിയുടെ ഒരു പിന്തുണ ലഭിച്ചിരുന്നെങ്കിൽ പോലും ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന വാക്കുകൾ അത് ഇത്തരത്തിൽ തുറന്നു പറച്ചിലുകളുമായി മുന്നിലേക്ക് വരുന്ന ആളുകൾ ഇനി അതുപോലുള്ള സാഹസത്തിനൊന്നും മുതിരരുത് എന്നുള്ളൊരു മുന്നറിയിപ്പാണോ എന്നുള്ള ചോദ്യം, സംശയമാണ് ശക്തമാകുന്നത്. എങ്ങനെയാണ് ഈ രാഷ്ട്രീയപരമായി ഈ വിഷയങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായും ആര്യ, ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നതിന് ശേഷം തന്നെ രാഷ്ട്രീയ കക്ഷികളെല്ലാം BJP, കോൺഗ്രസ് എല്ലാവരും ഈ ഒരു ആരോഗ്യരംഗത്തെ മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നൊരു അതിന് മറുപടി എന്ന രീതിയിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നത്. മാത്രമല്ല തുറന്നു പറച്ചിൽ, ഈ ഒരു ആരോഗ്യരംഗത്തെ സർക്കാർ സർവീസിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരത്തിലൊരു മറുപടി തുറന്നു പറച്ചിൽ നടത്തുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല എന്നായിരുന്നു CM-ന്റെ ഒരു മറുപടി വന്നത്. മാത്രമല്ല ഈ ഒരു ആരോഗ്യരംഗവും ബന്ധപ്പെട്ട് വളരെ അധികം എന്താ പറയാ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യരംഗം എന്നൊരു ഖ്യാതി കേരളത്തിനുണ്ട്. മാത്രമല്ല സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇൻഷുറൻസിൽ മറ്റ് സൗജന്യ സേവനങ്ങളും മറ്റ് ചികിത്സയും നൽകുന്നു എന്നൊരു നല്ലൊരു മികച്ച രീതിയിലുള്ള ഒരു ചിത്രം കേരളത്തിനുണ്ടായിരുന്നു. അതിനുള്ള ഏറ്റവും ഒരു കറുത്ത പാടായിട്ടാണ് ഈ ഒരു ഹാരിസിന്റെ ഒരു വെളിപ്പെടുത്തൽ മുന്നോട്ട് വന്നത്. മാത്രമല്ല ഈ ഒരു ഹാരിസിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട 4-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പ്രാഥമികമായ അന്വേഷണത്തിൽ ഇത്തരത്തിലൊരു സൂപ്രണ്ടിനടക്കം നടപടി നേരിടുമെന്നൊരു റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങൾ, ഉപകരണങ്ങളും ലഭ്യതക്കുറവുമെല്ലാം യാഥാർത്ഥ്യമാണെന്നുള്ളത് നമുക്ക് മുൻപ് തന്നെ അറിയാവുന്നതാണ്. കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജ് അതേപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെല്ലാം ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു വകുപ്പ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വെളിപ്പെടുത്തൽ തുറന്നു പറച്ചിൽ ആദ്യമായിട്ടാണുള്ളത്. മാത്രമല്ല തന്റെ മകന്റെ പ്രായമുള്ള ഒരു കുട്ടിയുടെ സർജറി മാറ്റിവെക്കേണ്ടി വന്നു എന്നുള്ളൊരു പരിതാപകരമായ ഒരു സാഹചര്യമെല്ലാം ഈ ഒരു കുറിപ്പിനൊപ്പം ചേർന്നിരുന്നു. അത് പിന്നീട് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചതാണ് ഇത്തരത്തിൽ CM-ന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു മറുപടി. കാരണം അദ്ദേഹം ഒരു സത്യസന്ധനായ ഒരു ഡോക്ടറാണ്, മികച്ച സേവനം നൽകുന്ന ഒരു ഡോക്ടറാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു തുറന്നു പറച്ചിലുകൾ ഒഴിവാക്കി
എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇതിനു മുൻപ് ഹാരിസ് സർക്കലിന്റെ പോസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ചികിത്സകൾക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ അനുവദിക്കുന്നതിന് വേണ്ടി പല ഓഫീസുകളും കയറി ഇറങ്ങേണ്ടി വന്നു. അതിനുശേഷമാണ് നിസ്സഹായ അവസ്ഥയിൽ ഇങ്ങനൊരു പോസ്റ്റ് ഫേസ്ബുക്കിലൂടെ കുറിക്കേണ്ടി വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് രാഷ്ട്രീയമില്ല, ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് പങ്കുവച്ചത്. അതിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുമ്പോൾ പോലും ഈ BJP കോൺഗ്രസ്, അതായത് പ്രതിപക്ഷ കക്ഷികളെല്ലാം ഈ ഒരു അവസരം മുതലെടുത്ത് മെഡിക്കൽ കോളേജിലേക്ക് ഇന്നലെ പ്രതിഷേധങ്ങളും മറ്റും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധങ്ങളും മറ്റും നടക്കുന്നുണ്ട്. അത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് കടന്നതാണ് CM-ന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. പക്ഷേ ആ ഒരു സാഹചര്യത്തെ അദ്ദേഹം പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. കാരണം കൃത്യമായ അന്വേഷണം ഇതിന് നടക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആര്യ, തീർച്ചയായും സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാനാണ് ശ്രമം നടക്കുന്നത്. സർക്കാർ നിയോഗിച്ച വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിർദ്ദേശിച്ചതനുസരിച്ച് ഡയാലിസിസ് നൽകി വരുന്നുണ്ട്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. രാവിലെ മെഡിക്കൽ ബോർഡ് ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും. കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് 10 ദിവസം മുൻപാണ് VS-നെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, 11 മണിക്കാണ് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നത്. അതിനുശേഷം വരുന്ന മെഡിക്കൽ ബുള്ളറ്റിനിൽ നമുക്ക് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായും എല്ലാ ദിവസവും മെഡിക്കൽ ബോർഡ് ഇത്തരത്തിലൊരു അദ്ദേഹത്തിന്റെ ആരോഗ്യം വിലയിരുത്തുന്നുണ്ട്. സർക്കാർ നിർദ്ദേശിച്ച പ്രകാരം 7 അംഗ ഡോക്ടർമാരുടെ, മെഡിക്കൽ കോളേജിൽ നിന്നുള്ള 7 അംഗ ഡോക്ടർമാരുടെ ഒരു സംഘം കൂടി ഈ ഒരു ചികിത്സയുടെ ഭാഗമായി അവർ SUT ആശുപത്രിയിൽ VS-ന്റെ ആരോഗ്യനില കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. നിലവിൽ വെന്റിലേറ്റർ സഹായത്തോടു കൂടി തന്നെയാണ് മുൻപോട്ട് പോകുന്നത്. ഡയാലിസിസ് നടക്കുന്നുണ്ട്. മറ്റ് ജീവൻ രക്ഷാ മരുന്നുകൾ ഒക്കെ അദ്ദേഹത്തിന് ആവശ്യമായി വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വരുന്നത്. അതായത് വെന്റിലേറ്റർ സഹായം ഇല്ലാതെ തന്നെ ശ്വാസം എടുക്കാനും മറ്റ് വൃക്കകളുടെ അടക്കം ആരോഗ്യം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ പ്രായം വളരെയധികം വലിയൊരു ഘടകമാണ്. കാരണം 100 വയസ്സിന് മുകളിലുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ചെറിയ ഒരു ആരോഗ്യ പ്രശ്നം പോലും വലിയ രീതിയിലേക്കുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ മരുന്നുകൾ വലിയ രീതിയിൽ നൽകാനുള്ള പ്രതിസന്ധിയുണ്ട്. കാരണം അത്രയും വലിയ ഡോസുകൾ നൽകുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം അത് താങ്ങുമോ, ശരീരം അത് താങ്ങുമോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു. മാത്രമല്ല വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ശ്വാസോച്ഛ്വാസം കൃത്യമായി നടക്കുന്നത്. അതൊക്കെ മാറ്റണമെങ്കിൽ കൃത്യമായ മരുന്നുകളുടെ സപ്പോർട്ടോടു കൂടി കുറച്ചുകൂടി സമയമെടുത്ത് മാത്രമേ അതിൽ ഘട്ടം ഘട്ടമായ ഒരു പുരോഗമനം ഉണ്ടാവുകയൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നത്തെ സാഹചര്യം 11 മണിയോടുകൂടി ചേരുന്ന മെഡിക്കൽ ബോർഡിന്റെ യോഗത്തിന് ശേഷമായിരിക്കും, മെഡിക്കൽ ബുള്ളറ്റിൻ വഴിയായിരിക്കും നമുക്ക് അറിയാൻ കഴിയുക. നിലവിൽ അതീവ ഗുരുതരമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് VS-ന്റെ ആരോഗ്യസ്ഥിതി. മാത്രമല്ല ഈ ഒരു വെന്റിലേറ്റർ സഹായവും ഡയാലിസും മറ്റും തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആര്യ, ശരി, സാരംഗ് സുധാകരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. നമുക്കറിയാം, ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ സന്ദർശിക്കുവാൻ വേണ്ടി ഒരുപാട് ആളുകളാണ്, നേതാക്കളും അനുയായികളും അടക്കം ഒരുപാട് ആളുകളാണ് ഇത്തരത്തിൽ ആശുപത്രിയിലേക്ക് ദിനം പ്രതി എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിനിടയിൽ VS-നെ കാണാനായി മാത്രം കൊല്ലത്ത് നിന്ന് VS-ന്റെ കടുത്ത ആരാധകരായ ഒരു കുടുംബമെത്തി. കണ്ടിട്ട് വരാം. നിരവധി പേരാണ് ദിവസവും പ്രിയ നേതാവിന്റെ രോഗവിവരം അന്വേഷിച്ചെത്തുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് കൊല്ലത്ത് നിന്നുള്ള സുർജിത്തും കുടുംബവും ആശുപത്രിയിലെത്തിയത്. ഏറെ നേരം കാത്തിരുന്നു. ഒടുവിൽ VS-ന്റെ മകൻ അരുൺകുമാറിനെ കണ്ട് രോഗവിവരങ്ങൾ തിരക്കി. VS-നെ പറ്റി പറയാൻ 100 നാവാണ് ഈ കുടുംബത്തിന്. പാപ്പ പറഞ്ഞുള്ള ചരിത്രവും അല്ല ടിവിയിലൊക്കെ കണ്ടും ഉള്ള ഇഷ്ടമാണ്. കുറെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. VS പാപ്പ പറഞ്ഞുള്ള ചരിത്രങ്ങളും കമ്മ്യൂണിസ്റ്റിനെ കുറിച്ചും ഉള്ള ചരിത്രങ്ങളും എല്ലാം കേട്ട് ഇഷ്ടമാണ് ആളെ. അരുൺകുമാർ സാറിനോട് സംസാരിച്ച് അപ്പം പിന്നെ അത്ര വലിയൊരു ഇതല്ല, റിക്കവറായി വരും എന്ന് തന്നെയാണ് കക്ഷി തീർത്ത് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കളോട് പൊതുവിൽ സ്നേഹമുണ്ട്. പക്ഷേ VS ഒരു വികാരമാണ്. എപ്പോൾ നോക്കിയാലും വീട്ടിൽ പാർട്ടിക്കാരും പാർട്ടിയും കാര്യങ്ങളും മാത്രമേ ഞാനും കേട്ടിട്ടുള്ളൂ. അപ്പോൾ ഇവരുടെ കൂടെ വന്ന് ഞാനും ഇതേക്കുറിച്ച് കുറേയൊക്കെ അറിഞ്ഞു. അപ്പം അതിലിപ്പോൾ ഇരിക്കുന്നവരെക്കാൾ ഏറ്റവും കൂടുതൽ ഇവർക്ക് എല്ലാവർക്കും അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് VS-നോടാണ്. അപ്പോൾ എപ്പോഴും അത് കേൾക്കുമ്പോഴത്തേക്കും വീട്ടിലെപ്പോഴും പറയുമ്പോഴത്തേക്കും ഒരു രോമാഞ്ചം വരുന്നു എനിക്ക്. VS-ന്റെ കാര്യം കേൾക്കുമ്പോഴെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾക്ക് ഇങ്ങനെ കേട്ടപ്പം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ വീട്ടിൽ പോയി കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. പക്ഷെ ഇപ്പം ഇങ്ങനെ ഒരു സ്റ്റേജ് ആയപ്പോഴത്തേക്ക് പറഞ്ഞു എന്തായാലും നമുക്കൊന്ന് പോവാം, കാണാൻ പറ്റുമെന്ന് അറിയില്ല, എന്തായാലും ഹോസ്പിറ്റലിൽ വരെ പോകാമെന്ന് പറഞ്ഞു.
അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇപ്പം അവർ കാണിക്കില്ല എന്ന് പറഞ്ഞു. എങ്കിലും എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. പുള്ളി ഒരു ഫൈറ്ററാണ്, തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളും പ്രാർത്ഥിക്കുന്നു, അവരോടൊപ്പം തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം വെച്ചാൽ മറ്റെല്ലാ നേതാക്കളും പോലെ അല്ല ആള്, ഒരു വേറിട്ടൊരു ജീവിതം എന്ന് പറയാം. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം വെച്ചാൽ നമ്മൾ വേറൊരു പാർട്ടിക്കാരാണെങ്കിൽ പോലും, മറ്റേ ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും എല്ലാവർക്കും VS എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇത്. കാരണം പുള്ളിയെ കൊണ്ടേ പറ്റൂ. ഒരു എന്തോ പറയുക, പുള്ളി ഒരു സ്ഥലത്ത് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ അവിടെ വരുന്ന ജനങ്ങളുടെ ആ ഒരു വികാരം എന്ന് പറയുന്നത് അത് കൊണ്ടുവരാൻ VSന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ഇഷ്ടം നമുക്ക് എല്ലാവർക്കും. അപ്പോൾ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ പറയുന്നേക്കാം VSനെ കുറിച്ച്. അപ്പോൾ പുള്ളി TV-യിൽ ഇപ്പോൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു എന്തെങ്കിലും ഒരു കാര്യമാണ് അതിനകത്ത് പറയുന്നുണ്ടെങ്കിൽ ബാക്കി എല്ലാം നിർത്തിവെച്ചിട്ട് പെട്ടെന്ന് എല്ലാവരും സൈലന്റ് ആയിട്ട് അത് കേൾക്കാൻ വേണ്ടിയിരിക്കും. ഈ പരീക്ഷണ കാലഘട്ടത്തെയും അതിജീവിച്ച് VS തിരിച്ചുവരും എന്ന പ്രതീക്ഷയിലാണ് അവർ മടങ്ങിയത്. ഇങ്ങനെ ആയിരങ്ങളുടെ പ്രാർത്ഥനകളിലും നിറയുകയാണ് VS എന്ന ജനനേതാവ്. ന്യൂസ് 18 തിരുവനന്തപുരം. നമ്മൾ ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ വാർത്തകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ കർണാടക കോൺഗ്രസിലെ പ്രതിസന്ധിക്ക് താൽക്കാലിക വിരാമം. മുഖ്യമന്ത്രി സ്ഥാനത്ത് സിദ്ധരാമയ്യ തന്നെ തുടരുമെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കി. കർണാടക കോൺഗ്രസിലെ അസ്വാരസ്യങ്ങൾ മറനീക്കി പുറത്തുവരികയാണ്. സംസ്ഥാനത്തെത്തിയ AICC ജനറൽ സെക്രട്ടറി രൺദീപ് സുജേർവാല നേതാക്കളുമായി ചർച്ച നടത്തി. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. രാഗേഷ്, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ സിദ്ധരാമയ്യ മുൻ ധാരണ പ്രകാരം സ്ഥാനമൊഴിയണമെന്നുള്ള ആവശ്യം ശിവകുമാർ പക്ഷം വളരെ ശക്തമാക്കി മുന്നോട്ട് വന്നിരുന്നു. അതിനിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ പാർട്ടി നേരിട്ടിരുന്ന ഒരു സമയം കൂടിയാണ് കർണാടകയിൽ. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒരു സമവായത്തിലേക്ക് എത്തിയതും സിദ്ധരാമയ്യ തന്നെ തുടരട്ടെ എന്ന തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തിയതും ഏത് ഘട്ടത്തിലാണ്, എങ്ങനെയാണ് അവിടെ ഈ സമവായ ചർച്ചകളൊക്കെ നടന്നത്? ആര്യ, 2023 സമീപകാലത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിലാണ് കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അന്ന് 135 സീറ്റാണ് കോൺഗ്രസ് നേടിയിരുന്നത്. പക്ഷേ അതിനുശേഷം അത്ര സുഖകരമായിരുന്നില്ല കർണാടകയിലെ കോൺഗ്രസിലെ കാര്യം. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി DK ശിവകുമാർ അവകാശവാദം ഉന്നയിച്ചു. അങ്ങനെ ചർച്ചകൾ ഏതാണ്ട് ഒരാഴ്ചയിലധികം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാൻ DK ശിവകുമാർ തയ്യാറായതും. പക്ഷേ അന്ന് മുതൽ തന്നെ പറഞ്ഞു കേട്ടിരുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് 2.5 വർഷത്തെ ഡീൽ ഈ രണ്ട് നേതാക്കളും തമ്മിലുണ്ട്. 2.5 വർഷം കഴിയുമ്പോൾ DK ശിവകുമാർ മുഖ്യമന്ത്രി പദത്തിലെത്തുമെന്ന്. പക്ഷേ കോൺഗ്രസ് നേതാക്കൾ അക്കാര്യം പരസ്യമായി പറഞ്ഞിരുന്നില്ല. അത്തരമൊരു ഡീലൊന്നും തന്നെ ഇല്ല എന്നാണ് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ വാർത്താ സമ്മേളനത്തിലടക്കം പരസ്യമായി പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ DK ശിവകുമാർ അനുകൂലികളായ പല നേതാക്കളും MLA-മാരും ഇക്കാര്യം നേരത്തെ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതായത് 2025 അവസാനത്തോടുകൂടി DK ശിവകുമാർ കർണാടകയുടെ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അത്തരം ചർച്ചകളാണ്
കർണാടക കോൺഗ്രസിൽ ശക്തമായത്. പ്രത്യേകിച്ച് സർക്കാരിനെതിരെ വലിയ തോതിലുള്ള അഴിമതി ആരോപണങ്ങളുണ്ട്. രാജീവ് ഗാന്ധി ഹൗസിംഗ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉന്നയിച്ച രംഗത്ത് വന്നത് കോൺഗ്രസ് MLA ആയ BR പാട്ടീലാണ്. ഇതുകൂടാതെ മുഡ ഹൗസിംഗ് ബോർഡ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ സർക്കാരിനെതിരെ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് വീണ്ടും MLA മാർ പരസ്യമായി നേതൃമാറ്റം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്ന് പ്രത്യേകിച്ച് DK ശിവകുമാർ പരസ്യമായി കഴിഞ്ഞ ദിവസം പറഞ്ഞത് നേതൃമാറ്റമില്ല, മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ തന്നെ തുടരുമെന്നായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ നേതൃമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നതെല്ലാം തന്നെ DK ശിവകുമാറിനെ അനുകൂലിക്കുന്ന MLA മാരാണെന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ ഈ ഘട്ടത്തിൽ നേതൃമാറ്റം അത് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന പരാമർശം നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രൺദീപ് സുർജേവാല ബംഗളൂരുവിലെത്തുകയും MLA മാരുമായി ചർച്ച നടത്തുകയും ചെയ്ത് ഇതിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഏതായാലും നേതൃമാറ്റമില്ല, മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ തന്നെ തുടരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. DK ശിവകുമാറിനൊപ്പം കഴിഞ്ഞ ദിവസമാണ്, ഇന്നലെ വൈകിട്ടാണ് ഈ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു താൽക്കാലിക സമവായം എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഒരുപക്ഷെ ഇനിയും സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ 2028 മെയ് മാസം വരെ സമയമുണ്ട്. അപ്പോൾ അതിനു മുൻപ് എപ്പോൾ വേണമെങ്കിലും ഈ പ്രതിസന്ധി വീണ്ടും ഉയർന്നു വന്നേക്കാം. കാരണം DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി അവകാശവാദം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ തൽക്കാലം ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഹൈക്കമാൻഡിന് ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ആര്യ. ശരി, ER രാഗേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം ഇന്ന് തുടങ്ങും. ഘാനയിൽ നിന്ന് ആരംഭിക്കുന്ന സന്ദർശനം നമീബിയയിലാണ് അവസാനിക്കുക. ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. കഴിഞ്ഞ 10 വർഷത്തിനിടെ പ്രധാനമന്ത്രിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ നയതന്ത്ര സന്ദർശനം കൂടിയാണിത്. MG മിഥുൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു നയതന്ത്ര സന്ദർശനത്തിലേക്കാണ്, വിദേശ പര്യടനത്തിലേക്കാണ് പ്രധാനമന്ത്രി കടക്കുന്നത്. പ്രധാനപ്പെട്ട അജണ്ട അത് എങ്ങനെയാണ്? ആര്യ, ഗുഡ് മോർണിംഗ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള രണ്ടാമത്തെ വിദേശ പര്യടനത്തിലാണ് പ്രധാനമന്ത്രി തയ്യാറെടുക്കുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം ആദ്യം ഘാനയിലെത്തും. ഇന്നും നാളെയുമായി അദ്ദേഹം ഘാനയിൽ ചിലവഴിക്കുകയും ചെയ്യും. അതായത് ഘാന പ്രസിഡന്റ് ജോൺ മനാമയുമായി അദ്ദേഹം പ്രധാനമായും ചർച്ച നടത്തും. ഘാനയിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനമാണ് ഇതെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഒപ്പം തന്നെ 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുകയും ചെയ്ത് അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് നേരെ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ സന്ദർശിക്കും. പ്രധാനമന്ത്രി കമല പ്രസാദ് ബിസൈസിന്റെ ക്ഷണപ്രകാരമാണ് മറ്റന്നാളും അതിൻ്റെ തൊട്ടടുത്ത ദിവസവുമായി ഈ 2 ദിവസം അദ്ദേഹം അവിടെ ചെലവഴിക്കുകയും ഒപ്പം തന്നെ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുകയും ഒപ്പം തന്നെ ഇരു രാജ്യങ്ങളുമായി കൂടുതൽ കരാറിൽ ഏർപ്പെടുകയും ചെയ്യുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുകയും ചെയ്തത്. പിന്നീട് നമുക്കറിയാം 1999 ശേഷം ഈ രാജ്യത്തിലേക്കുള്ള പ്രധാനമന്ത്രി തലത്തിലുള്ള ആദ്യ ഉഭയകക്ഷി തലത്തിലുള്ള സന്ദർശനം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് അദ്ദേഹം പ്രസിഡന്റ് ജാവിയർ മിലയുടെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി 4-5 തീയതികളിൽ അർജന്റീനയിലേക്ക് പോകും. അവിടെ രാഷ്ട്രതലവന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പ്രധാന മേഖലകളിൽ ഇന്ത്യയും അർജന്റീനയും പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും ഇതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്യും. അതിന് പിന്നാലെയാണ് അദ്ദേഹം ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുഡ സിൽവയുടെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി 5 മുതൽ 8 വരെ ബ്രസീൽ സന്ദർശിക്കുന്നത്. അവിടെയാണ് 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. ആ ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുകയും ചെയ്യും. ആ ബ്രിക്സ് ഉച്ചകോടിയിലും പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ബ്രസീലിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ 4ാമത്തെ സന്ദർശനമാണ്. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ വിശാലമായി തന്നെ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ അതിന് പിന്നാലെ അദ്ദേഹം നമീബിയയിലേക്ക് വരും. അങ്ങനെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു വിദേശ സന്ദർശനത്തിന് കൂടിയാണ് പ്രധാനമന്ത്രി തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇത്രയും ദൈർഘ്യമേറിയ ഒരു വിദേശ സന്ദർശനം ആദ്യമായാണ് പ്രധാനമന്ത്രി നടത്തുകയും ചെയ്തത്. നമീബിയയിലും പ്രസിഡന്റ് നെതുംബോ നാദി എൻഡോയിറ്റുമായുടെ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുമായി ദീർഘനേര സംഭാഷണങ്ങളുണ്ടാകും. കൂടാതെ മറ്റൊന്ന്, അദ്ദേഹം ഈ പരേതനായ അവിടുത്തെ നേരത്തെ പ്രഥമ പ്രസിഡന്റും പരേതനായ ഡോക്ടർ സാം നുജോമയ്ക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. കൂടാതെ നമീബിയ പാർലമെന്റിനെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ നയതന്ത്ര തലത്തിൽ കൂടുതൽ സജീവമാവുക, ഒപ്പം തന്നെ കൂടുതൽ രാജ്യങ്ങളുമായി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു നീണ്ട പര്യടനം പ്രധാനമന്ത്രി നടത്തുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം ആദ്യം ഘാനയിലെത്തും. തിരികെ 9-നാണ് അദ്ദേഹം തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തുക.
ഓക്കെ, മിഥുൻ എം ജി ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ശിവഗംഗ കസ്റ്റഡി മരണ അന്വേഷണം CBIക്ക് കൈമാറി സംസ്ഥാന സർക്കാർ. മദ്രാസ് ഹൈക്കോടതി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കൈമാറ്റം. ഇത് കൂടാതെ CBCIDയുടെ പ്രത്യേക സംഘവും കേസ് അന്വേഷിക്കും. എം ജി മിഥുൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. മിഥുൻ, DMK സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രതിരോധത്തിലായ ഒരു വിഷയമാണ്. ഇപ്പോൾ എന്തായാലും സംസ്ഥാന സർക്കാർ, തമിഴ്നാട് സർക്കാർ കേസ് CBIക്ക് കൈമാറിയിരിക്കുകയാണ്. അന്വേഷണം ഏത് തരത്തിൽ പുരോഗമിക്കും? ആര്യ, ഇന്നലെ ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് അതിരൂക്ഷമായ വിമർശനമാണ് തുടർച്ചയായ രണ്ടാം ദിവസവും DMK സർക്കാരിനെതിരെയും ഒപ്പം തന്നെ പോലീസിനെതിരെയും ഉയർത്തുകയും ചെയ്തത്. തൊട്ടു പിന്നാലെ തന്നെ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവായിരുന്നു മധുര ബെഞ്ച് സ്വീകരിക്കുകയും ചെയ്തത്. അങ്ങനെ ജില്ലാ ജഡ്ജി അധ്യക്ഷനായ ഒരു ബെഞ്ച് ഒരാഴ്ചയ്ക്കകം ഇത് സംബന്ധിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകണമെന്നുള്ള നിർദ്ദേശവും പുറപ്പെടുവിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ ഉത്തരവ് വരികയും ചെയ്തത്. അതായത് ഒരു കുറ്റവാളിക്ക് പോലും ഇത്തരത്തിൽ ഒരു വാടക കൊലയാളിക്ക് പോലും ഇത്രയും നീചമായ ഒരാളെ കൊലപ്പെടുത്താൻ സാധിക്കില്ല, മർദ്ദിക്കാൻ സാധിക്കില്ല എന്ന രീതിയിലുള്ള പരാമർശവും കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് മുഖം രക്ഷിക്കൽ എന്ന രീതിയിൽ, കാരണം ആര്യ സൂചിപ്പിച്ച പോലെ തന്നെ DMK സർക്കാരിനെ കൂടുതൽ പ്രതിക്കൂട്ടിലാക്കിയ ഒരു വിഷയം തന്നെയാണ് ഈ അജിത് കുമാറിന്റെ കസ്റ്റഡി കൊല. അത് വലിയ രീതിയിൽ പ്രതിപക്ഷം ആയുധമാക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അതിന് പിന്നാലെയാണ് DMK സർക്കാർ, മുഖ്യമന്ത്രി MK സ്റ്റാലിൻ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ട് ഉത്തരവിറക്കുകയും ചെയ്ത്. എന്തായാലും ആ അന്വേഷണം ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന് പുറമെ നടക്കും. മറ്റൊന്ന് CBCIDയുടെ അന്വേഷണവും ഇതിന്റെ ഭാഗമായി നടക്കും. മറ്റൊന്ന് ഈ ക്ഷേത്രം ഭാരവാഹികളെ ചോദ്യം ചെയ്തതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ച അവിടുത്തെ CCTV ദൃശ്യങ്ങൾ, അതടങ്ങിയ DVR ഉൾപ്പെടെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കലാക്കിയിരുന്നു. പക്ഷേ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ തെളിവുകളിൽ ഇത് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതടക്കം സീസ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശം കൂടി കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുകയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണം നടത്തിയാൽ അത് കൃത്യമായ തരത്തിലേക്ക് പോകില്ല. എന്താണ് സംഭവിച്ചതെന്നുള്ള കൃത്യമായ വിവരങ്ങൾ തേടുന്നതിന് വേണ്ടി ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ കൂടി മാത്രമേ ഇത് സാധിക്കൂ എന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു കോടതി അത്തരത്തിലൊരു നിലപാടിലേക്ക് വരികയും ചെയ്തത്. നമുക്കറിയാം, അജിത് കുമാറിനെ രണ്ടാം തവണ വിളിച്ചുകൊണ്ടുപോയി 6 അംഗ സംഘം, അതായത് ഒരു FIR ഈ കേസിൽ ഇടുന്നതിന് മുമ്പായിരുന്നു ഈ 6 അംഗ സംഘത്തെ നിയോഗിക്കുകയും ഒപ്പം തന്നെ ഇവർ ഈ യുവാവിനെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്ത്. ഇത് ഏറ്റവും കൂടുതൽ ഇവരെ പ്രതിരോധത്തിലാക്കിയത് സമീപത്തുള്ള, അതായത് ഒരു ആളൊഴിഞ്ഞ പ്രദേശത്ത് ഈ അജിത് കുമാറിനെ എത്തിച്ച് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ അത് സമീപത്തൂടെ പോയ ഒരു യുവാവ് പകർത്തി. ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതായത് ഇവർക്ക് ഏറ്റവും കൂടുതൽ വിനയാവുകയും ചെയ്തു. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായി എന്നുള്ളത് തന്നെയാണ്. കാരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ശരീരത്തിലെ 30 ഭാഗങ്ങളിൽ ചതവേറ്റിട്ടുണ്ട്. അതിക്രൂരമായ മർദ്ദനത്തിനായി ആയിരുന്നു അജിത് കുമാർ ഇരയാക്കപ്പെട്ടത്. കൂടാതെ തന്നെ അദ്ദേഹത്തിന്റെ രഹസ്യഭാവങ്ങളിൽ മുളക് പൊടിയടക്കം തേച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി പിന്നീട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തുകയും ചെയ്തു. അത്രത്തോളം ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് പോയത് എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ പരാതിക്കാരി നികിത, മധുര സ്വദേശിയായിട്ടുള്ള നികിതയുടെ പശ്ചാത്തലം, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ ഇത് സംബന്ധിച്ചുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ ഒരു അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും. എന്തായാലും ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിന് പുറമെ CBCIDയുടെ അന്വേഷണവും ഒപ്പം തന്നെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം CBI കൂടി ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി വരുകയാണ്. ആര്യ, തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയായ കെറ്റാമെലോൺ സംബന്ധിച്ച നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ഇതിന്റെ മുഖ്യ സൂത്രധാരൻ മൂവാറ്റുപുഴ സ്വദേശി എഡിസണും കൂട്ടാളിയും പിടിയിലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയാണിതെന്ന് NCB പറയുന്നു. കൊച്ചിയിലെ തപാൽ പാഴ്സലുകളിൽ നിന്ന് LSD പിടിച്ചെടുത്തതോടെയാണ് ഇവരെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ഡാനി പോൾ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ഈ പറയുന്നത് പോലെ ഈ ഡാർക്ക് നെറ്റും അതേപോലെ ഈ കെറ്റാമെലോൺ എന്നിവയൊക്കെ മലയാളികളെ സംബന്ധിച്ച് അത്രത്തോളം സുപരിചിതമായ കാര്യങ്ങളല്ല. എന്തായാലും NCB ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഒരു വലിയ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയുടെ കണ്ണി പൊട്ടിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. 2 പേരാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായിരിക്കുന്നത്. ഒന്ന് മൂവാറ്റുപുഴ സ്വദേശിയായ എഡിസണും ഇയാളുടെ കൂട്ടാളിയുമാണ് പിടിയിലായിരിക്കുന്നത്. ഇതിലേക്ക് വരുന്നത് ഈ ജൂൺ 28-ന് കൊച്ചിയിലെ
ഒരു 3 തപാൽ പാഴ്സലുകൾ പിടിച്ചെടുത്തിരുന്നു. 280 LSD ബ്ലോട്ടുകൾ ഇതിൽ നിന്ന് പിടിച്ചെടുത്തു. ഇതാണ് ഈ സംശയത്തിലേക്ക് പോകുന്നത്. ഇത് 3 ബുക്ക് ചെയ്തതാണ്, ഒരാൾ ബുക്ക് ചെയ്തതു എന്നത് മനസ്സിലാവുകയും അതിന്റെ മേൽവിലാസത്തിൽ തൊട്ടടുത്ത ദിവസം തന്നെ വീട്ടിൽ പരിശോധന നടത്തുകയും ചെയ്തു. ഈ തിരച്ചിലാണ് മയക്കുമരുന്നും അതോടൊപ്പം തന്നെ ഡാർക്ക് നെറ്റ് മാർക്കറ്റുകളിലേക്ക് ഈ ആക്സസ് ചെയ്യാൻ പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പെൻഡ്രൈവ്, ഒന്നിലധികം ക്രിപ്റ്റോ കറൻസി വാലറ്റുകൾ, ഹാർഡ് ഡിസ്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇത് വിശദമായ ഒരു പരിശോധനയിലേക്കെല്ലാം തന്നെ പോകുന്നു. ഈ NCB പിടിച്ചെടുത്ത മരുന്നുകൾക്ക് ഏതാണ്ട് 35 ലക്ഷത്തിലധികം രൂപ വില വരുന്നതാണ്. ഇത് ഓരോ LSD ബ്ലോട്ടുകളും വിറ്റിരുന്നത് 2500 മുതൽ 4000 രൂപ വരെയുള്ള വിലകൾക്കാണ്. അത് മാത്രവുമല്ല, ഇന്ത്യയിലെ വിവിധ ഇടങ്ങളിലേക്ക്, പ്രധാന നഗരങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ബാംഗ്ലൂർ, ചെന്നൈ, ഭോപ്പാൽ, ഡൽഹി, പാട്ന, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലാണ് ഇവർ പ്രധാനമായും ഈ കണ്ണികളാണ് വിൽപ്പന നിയന്ത്രിച്ചിരുന്നത്. അവിടെ എന്ത് നടക്കുന്നു, ആർക്കിത് വിൽക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഈ കഴിഞ്ഞ 2 വർഷത്തിലധികമായി ഇവർ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഈ ലെവൽ 4 ഡാർക്ക് നെറ്റ് വിൽപ്പന സംഘമാണ് കെറ്റാമലോൺ എന്നാണ് ഈ അന്വേഷണത്തിൽ, നാർക്കോട്ടിക് ബ്യൂറോയുടെ അന്വേഷണത്തിലെ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഈ അന്വേഷണം കാര്യങ്ങളും എല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. കൂടുതൽ പേർ ഇതിൽ കുടുങ്ങും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ എഡിസൺ എന്ന് പറയുന്നയാൾ വലിയ രീതിയിലാണ് ഈ മാർക്കറ്റ് നിയന്ത്രിച്ചിരുന്നത്. ഇവിടുന്ന് ഇന്ത്യയിലെ വലിയ മാർക്കറ്റുകൾ, ഈ ഡ്രഗ് കാർട്ടലുകൾ എന്ന രീതിയിലെല്ലാം വിശേഷിപ്പിക്കാവുന്ന രീതിയിലേക്ക് അത്തരമൊരു ശൃംഖല ഇയാൾ വളർത്തിയെടുത്തിരുന്നു എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും ഈ ഇത്തരം ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നിർണായകമായ ഒരു അറസ്റ്റും ആ കാര്യങ്ങളിലേക്കുമാണ് ഇപ്പോൾ NSP കടക്കുന്നത്. ആര്യ, തീർച്ചയായും ഡാനി പോളാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ മയക്കുമരുന്ന് അത് കേരളത്തിലേക്കും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഒക്കെ അന്താരാഷ്ട്ര തലത്തിൽ നിന്നടക്കം ഏതൊക്കെ വഴികളിലൂടെയാണ് ഒഴുകിയെത്തുന്നത് എന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന ഓരോ വിവരങ്ങളും വാർത്തകളും വിശദാംശങ്ങളും ഒക്കെയാണ് ഓരോ ദിവസവും നമ്മളെ തേടി എത്തുന്നത്. അത്തരത്തിൽ വന്നതാണ് ഇന്നലെ ഈ ഡാർക്ക് നെറ്റ് വഴിയുള്ള ഈ വലിയ ലഹരി ശൃംഖല. അതിൻ്റെ സൂത്രധാരനായി ഇരിക്കുന്നത് ഒരു മലയാളിയാണ്. അദ്ദേഹമാണ് പിടിയിലായിട്ടുള്ളത്. ഒരു കൂട്ടാളി കൂടി പിടിയിലായിട്ടുണ്ട്. എന്തായാലും അന്വേഷണം വളരെ സമഗ്രമായി NCB മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കാരക്കോണം മെഡിക്കൽ കോളേജിലെ MBBS സീറ്റ് ലക്ഷ്യമിട്ട് വ്യാജരേഖ ചമച്ചതിന് 10 പേർക്കെതിരെ കേസ്. ഇത്തരത്തിൽ NRI സീറ്റ് തരപ്പെടുത്താൻ ശ്രമിച്ച വിദ്യാർത്ഥിനിയും ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയും കോളേജ് പ്രിൻസിപ്പലും ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാമും ഉൾപ്പെടെ പ്രതികളാണ്. 2021-22 അക്കാദമിക് വർഷത്തെ MBBS അഡ്മിഷനിലാണ് ക്രമക്കേടിന് ശ്രമം നടന്നത്. തനൂജ എന്ന വിദ്യാർത്ഥിനി NRI സീറ്റ് കിട്ടാനായി മാതാപിതാക്കളുടെ പേര് മാറ്റി വ്യാജരേഖ ചമച്ച് അഡ്മിഷൻ നേടിയെന്നാണ് കേസ്. ചെറിയകല്ല് സ്വദേശികളായ മഞ്ജു, ഷിജു ദമ്പതികളുടെ മകളാണ് തനൂജ. CSI മഹാ ഇടവകയുടെ കീഴിലുള്ള കാരക്കോണം മെഡിക്കൽ കോളേജിൽ NRI സീറ്റ് കരസ്ഥമാക്കാൻ ഇടവകയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായ TT പ്രവീണിനെ സ്വന്തം പിതാവാക്കിയും പ്രവീണിന്റെ ഭാര്യ സിനിയെ മാതാവാക്കിയുമാണ് വ്യാജരേഖ ചമച്ചത്. ഏറെക്കാലമായി പ്രവീണിന്റെ ഭാര്യ സിനിയുടെ സഹോദരി മിനി കാനഡയിലാണ് താമസം. 2019 പുറത്തിറങ്ങിയ നിയമപ്രകാരം അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥിയുടെ അച്ഛനോ അമ്മയോ മാതൃപിതൃ സഹോദരങ്ങളോ വിദേശത്തുണ്ടെങ്കിൽ മാത്രമേ അഡ്മിഷൻ അർഹതയുണ്ടാകൂ. ഈ നിയമത്തെ ചൂഷണം ചെയ്യാനാണ് സിനിയെ മാതാവാക്കി കാട്ടിയത്. ഇതിനായി വ്യാജ ജനന സർട്ടിഫിക്കറ്റും ബന്ധുത്വ സർട്ടിഫിക്കറ്റും ചമച്ചു. തിരുവനന്തപുരം സ്വദേശി VT മോഹനന്റെ പരാതിയെ തുടർന്നാണ് സംഭവം പുറത്തറിഞ്ഞത്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം തനൂജ, അമ്മ മഞ്ജു, TT പ്രവീൺ, പ്രവീണിന്റെ ഭാര്യ സിനി, സിനിയുടെ സഹോദരി മിനി, പ്രവീണിന്റെ അച്ഛൻ തോംസൺ നാടാർ, തൈക്കാട് വില്ലേജ് ഓഫീസറായിരുന്ന വിനോദ് കുമാർ, വിജയരാജൻ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ അനുഷ മേർലിൻ, കോളേജ് ഡയറക്ടർ ഡോക്ടർ ബെനറ്റ് എബ്രഹാം എന്നിവർക്കെതിരെയാണ് വെള്ളറട പോലീസ് കേസെടുത്തത്. മുദ്രപത്ര വ്യാപാരിയായ തോംസൺ നാടാർ വ്യാജരേഖകൾ ചമയ്ക്കാൻ മുദ്രപത്രങ്ങൾ നൽകിയതിനാണ് കേസെടുത്തത്. എന്നാൽ രേഖകൾ ചമച്ചു നൽകിയതിനാണ് വില്ലേജ് ഓഫീസർമാർക്കെതിരെയുള്ള കേസ്. ന്യൂസ് 18 കാരക്കോണം. ഈ മഴക്കാലമായതോടുകൂടി പകർച്ചവ്യാധികളും ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു സമയമാണ്. പട്ടാമ്പിയിൽ ഡെങ്കിപ്പനി അതിരൂക്ഷമായി പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 128 പേർക്കാണ് ഇതിനോടകം രോഗം സ്ഥിരീകരിച്ചത്. ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഉള്ള ഓങ്ങല്ലൂരിൽ ആരോഗ്യവകുപ്പ് അധികൃതർ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. മഴക്കാലമായതോടെ പട്ടാമ്പിയുടെ വിവിധ ഭാഗങ്ങളിൽ ഡെങ്കിപ്പനി വ്യാപിക്കുകയാണ്. ഓങ്ങല്ലൂരിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കി രോഗബാധിതരുള്ളത്, 67 പേർ. പട്ടാമ്പിയിൽ 22, മുതുമലയിൽ 15, വിളയൂരിൽ 11, കൊപ്പത്ത് 9, കുലുക്കല്ലൂരിൽ 8, തിരുവേഗപ്പുറയിൽ 6 എന്നിങ്ങനെയാണ് മറ്റു പഞ്ചായത്തുകളിലെ രോഗബാധിതരുടെ കണക്ക്. പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽപ്പെട്ട പരുതൂരിൽ 12 പേർ ചികിത്സ തേടി. ഡെങ്കിപ്പനി ഭീഷണി നേരിടുന്ന ഓങ്ങല്ലൂരിലെ കാരക്കാട് പ്രദേശത്ത് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പരിശോധന നടത്തി.
വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ പ്രവർത്തിച്ചു വന്ന ആക്രി സംഭരണ കേന്ദ്രങ്ങൾ ഡെങ്കി പരത്തുന്ന ഈഡീസ് കൊതുകുകൾ പെറ്റുപെരുങ്ങുന്നതിന് കാരണമാകുന്നു എന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു പരിശോധന. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഗ്രാമപഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിച്ചു വന്ന ഒട്ടേറെ ആക്രി വ്യാപാര കേന്ദ്രങ്ങൾ സംഘം കണ്ടെത്തി. ആരോഗ്യ, റവന്യൂ, LSGD വകുപ്പുകളുടെ സംയുക്ത പരിശോധന വരും ദിവസങ്ങളിലുമുണ്ടാകും. അനധികൃത ആക്രി വ്യാപാര സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചു. ഡെങ്കിപ്പനി പടരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നും ആരോഗ്യവകുപ്പ് പറഞ്ഞു. ന്യൂസ് 18 പാലക്കാട്. കേരള തീരത്തെ കപ്പൽ അപകടങ്ങളിൽ നടപടി ആവശ്യപ്പെട്ട് നൽകിയ പൊതു താൽപര്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദർ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഒരു കൂട്ടം പൊതു താൽപര്യ ഹർജികൾ പരിഗണിക്കുന്നത്. ഹർജികളിൽ ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമനുസരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിശദീകരണം നൽകും. അഡ്മിറാലിറ്റി നിയമം അനുസരിച്ച് ഹർജി ഫയൽ ചെയ്യുന്നതിലെ തീരുമാനം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. പരിസ്ഥിതിക്കുണ്ടായ ആഘാതത്തിൽ എത്ര തുക നഷ്ടപരിഹാരം തേടണം എന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അന്തിമ തീരുമാനത്തിൽ എത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ നിന്ന് സാവകാശം തേടിയേക്കും. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ ഉൾപ്പെടെയുള്ളവർ നൽകിയ പൊതു താൽപര്യ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്. പാലക്കാട് ഞാങ്ങാട്ടിരി മാട്ടായ കയറ്റത്തിൽ വീണ്ടും ലോറി തകരാറിലായി. പിന്നാലെ പട്ടാമ്പി പെരുമ്പിലാവ് പാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. കൂറ്റനാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറി കുത്തനെയുള്ള കയറ്റത്തിൽ നിന്ന് പോവുകയായിരുന്നു. ലോറി നിന്നതോടെ ഏറെ തിരക്കുള്ളതും വീതി കുറഞ്ഞതുമായ പാതയിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായി. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ കുരുക്കിലകപ്പെട്ടു. മാട്ടായ കയറ്റത്തിൽ ഇത് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. പാലക്കാട് നിന്ന് മെക്കാനിക് എത്തിയാണ് ലോറിയുടെ തകരാറ് പരിഹരിച്ചത്. രാജ്യത്തെ ഒന്നാകെ നടുക്കിയ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് 38 മണിക്കൂറുകൾക്ക് ശേഷം എയർ ഇന്ത്യയുടെ മറ്റൊരു വിമാനവും അപകടത്തിന്റെ വക്കിലെത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷൻ ഉൾപ്പെടെയാണ് അന്വേഷണം നടത്തുന്നത്. ഡൽഹിയിൽ നിന്ന് വിയറ്റ്നാമിലേക്ക് പറന്നുയർന്ന ബോയിങ് 777 വിമാനമാണ് ടേക്ക് ഓഫിന് പിന്നാലെ മർദ്ദം നഷ്ടപ്പെട്ട് 900 അടിയോളം താഴ്ന്നത്. ജൂൺ 14 പുലർച്ചെ 2:56 ഈ സംഭവം. ടേക്ക് ഓഫിന് പിന്നാലെ വിമാനത്തിന് മർദ്ദം നഷ്ടപ്പെടുന്നതായി കണ്ടെത്തുകയായിരുന്നു. മർദ്ദ വ്യതിയാനത്തിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ സംശയിക്കുന്നുണ്ട്. മർദ്ദ വ്യതിയാനത്തിലൂടെ വിമാനങ്ങളെയും കപ്പലുകളെയും അപകടത്തിൽപ്പെടുത്താൻ കഴിയുന്ന സംവിധാനം തുർക്കിയുടെ കൈവശമുണ്ടെന്ന ചില വാർത്തകൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിമാനം നിയന്ത്രണാതീതമായി കുലുങ്ങിയെന്നും പറക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നിമിഷങ്ങൾ കൊണ്ട് മാറിയെന്നും 900 അടിയിലേക്ക് താഴ്ന്നെന്നും അധികൃതർ കണ്ടെത്തി. എന്നാൽ ടേക്ക് ഓഫിന് പിന്നാലെയുണ്ടായ കുലുക്കമായിരുന്നുവെന്ന് മാത്രമാണ് പൈലറ്റുമാരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡർ കൃത്യമായി പരിശോധിച്ചതോടെയാണ് നടന്ന സംഭവത്തിന്റെ തീവ്രത വ്യക്തമായത്. പൈലറ്റുമാരും സുരക്ഷാ വിഭാഗവും വിവരം മറച്ചുവെക്കാൻ ശ്രമിച്ചതായും കണ്ടെത്തി. ഇതിന് പിന്നാലെ പൈലറ്റുമാരെ ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. കൊല്ലം പത്തനാപുരം കുന്നിക്കോട് പാതയിൽ യാത്രക്കാരെ വലച്ച് വെള്ളക്കെട്ട്. ആവണീശ്വരം ലെവൽ ക്രോസിലും റെയിൽവേ സ്റ്റേഷന് മുമ്പിലുമാണ് വെള്ളക്കെട്ട് ഉണ്ടായത്. ഈ മഴ ശക്തമായാൽ ഇനി യാത്ര ദുരിതമാകും. മഴ പെയ്താൽ ആവണീശ്വരം ലെവൽ ക്രോസിന് മുൻപിലൂടെയുള്ള യാത്ര ദുരിതപൂർണമാകും. റോഡിലെ ഓടകൾ മണ്ണ് മൂടിയതാണ് വെള്ളക്കെട്ടിന് കാരണം. മാസങ്ങളായി ഇതാണ് സ്ഥിതി. മഴ ശക്തമായാൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ പോലും കഴിയാതെയാകും. വെള്ളക്കെട്ട് രൂപപ്പെട്ടാൽ ഒരു സൈഡിൽ കൂടി മാത്രമേ വാഹനയാത്ര സാധ്യമാകൂ. ഇത് മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിനും അപകടത്തിനും കാരണമാകും. ലെവൽ ക്രോസിലെ കോൺക്രീറ്റ് പാളികൾ ഇളകി വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നതിനാൽ ബൈക്ക് യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവാണ്. കൊട്ടാരക്കര തിരുവനന്തപുരം പാതയിലെത്താൻ പത്തനാപുരത്തേക്കുള്ള എളുപ്പവഴിയാണിത്. ലെവൽ ക്രോസ് അടച്ചിട്ടാൽ മണിക്കൂറുകളോളം ഗതാഗത കുരുക്കാണ്. മേൽപ്പാലം വേണമെന്ന പ്രദേശവാസികളുടെ ദശാബ്ദങ്ങളായുള്ള ആവശ്യവും പരിഗണിക്കപ്പെട്ടിട്ടില്ല. ന്യൂസ് 18 പുനലൂർ. ഇടുക്കിയിൽ കാട്ടുപന്നി ആക്രമണത്തിൽ സ്കൂട്ടർ യാത്രികയ്ക്ക് പരിക്ക്. നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ ശ്രീദേവി എസ് ലാലിനാണ് പരിക്കേറ്റത്. കുഴിത്തൊളു നിരപ്പേൽപ്പടിയിലാണ് ഈ അപകടം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്. നിരപ്പേൽക്കടയിലെ കുരിശുപള്ളിക്ക് സമീപത്ത് വെച്ച് ശ്രീദേവി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടിക്ക് കുറുകെ കാട്ടുപന്നി ചാടി. നിയന്ത്രണം വിട്ട വാഹനം മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ വീണ ശ്രീദേവിയുടെ താടിയലിലും കൈയിലും കാൽമുട്ടിലും പരിക്കേറ്റു. ഉടൻ തന്നെ കട്ടപ്പനയിൽ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വണ്ടി ഇങ്ങനെ ക്രോസ് ചെയ്ത സമയത്ത് വണ്ടി വന്ന് മുട്ടി മുറിച്ചിടുകയായിരുന്നു.
എന്നിട്ട് ഞാൻ കമ്മിച്ച് 28 വീണു. അതിലൊരു ബൈക്കുകാരൻ വന്നു ആളെ ഇൻഷുറൻസ് എണീപ്പിച്ചു. അത് കഴിഞ്ഞ് അടുത്തുള്ളവർ പെട്ടെന്ന് അടുത്തവർ വന്ന് ഹോസ്പിറ്റലിൽ എന്നത്തെയും ചേട്ടനെ വിളിച്ചു. ഞാനും ചേട്ടനും വന്ന് ഹോസ്പിറ്റലിൽ. നാട്ടുകാരുടെ പരാതി കേൾക്കുന്നതിനായി പോകുന്നതിനിടെയായിരുന്നു കാട്ടുപന്നിയുടെ ആക്രമണം. ന്യൂസ് 18 ഇടുക്കി. നമ്മൾ രാവിലെയിൽ നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്, സ്പെഷ്യൽ ഡേ സെഗ്മെന്റ്. അപ്പോൾ ആരൊക്കെയാണ് സ്പെഷ്യൽ ഡേ ആഘോഷിക്കാൻ നമുക്കൊപ്പം എത്തിയിരിക്കുന്നത് എന്ന് നോക്കാം. കൊല്ലം പാരിപ്പള്ളി സ്വദേശിനിയായ അമൃതയുടെ ജന്മദിനമാണിന്ന്. അപ്പോൾ അമൃതയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വെരി ഹാപ്പി ബർത്ത്ഡേ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കൂടി സഹപ്രവർത്തകനായ ഇവിടുത്തെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ, ന്യൂസ് 8ലെ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന കുളത്തൂർ സ്വദേശി ഗിരിയുടെ ജന്മദിനമാണിന്ന്. അപ്പോൾ ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ സുരേഷും അമ്മ രാജിയുമാണ്. അപ്പോൾ ഗിരിക്ക് ന്യൂസ് 18 കുടുംബത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി നമുക്ക് കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകൾ കാണാം. എൽദോ പോൾ പുതുശ്ശേരി ചേരും. നമസ്കാരം.